Hello guys, welcome back to my YouTube channel. You're watching Kavya Talkies. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ വീഡിയോ. സോ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ കാവ്യ ടോക്കീസ്. ആൻഡ് ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ആൻഡ് മൈ ഇൻസ്റ്റഗ്രാം കാവ്യ ലാക്സ് ആണ്. അപ്പം അവിടെയും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ, വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഞാനുമായിട്ട് എന്റെ അടുത്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ആണ് ഞാൻ കുക്കിംഗ് ചെയ്തു തുടങ്ങിയത്. അപ്പം എനിക്ക് പണ്ട് കുക്കിംഗ് അത്ര ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സംഭവം. അപ്പൊ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ചില സാധനം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോ വളരെ ഈസി ആയിട്ട് ഞാനിപ്പം ചിക്കൻ കറിയൊക്കെ നമ്മൾ പുല്ല് പോലെ ഉണ്ടാക്കുന്ന പുഷ്പം പോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ചിക്കൻ കറി. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം. അത്ര വലിയ സംഭവമൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവം ചെയ്തു എന്നൊരു സംഭവം നമുക്ക് തോന്നാറുണ്ട്. ബട്ട് പണിയുണ്ട്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഓഫ് കോഴ്സ് ചിക്കൻ വേണം. ഇതിപ്പോ 1 കിലോ ചിക്കൻ ആണുള്ളത്. 1 കിലോ ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകി ഇതിനകത്തുള്ള ഇത് നമ്മളുടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ ചിക്കൻ കിട്ടും. ആ ചിക്കൻ ആണിത്. നമുക്ക് അല്ലാതെയും ചിക്കൻ മേടിക്കാം. ഈ ചിക്കൻ ഇതിനകത്ത് ഇപ്പൊ കാലൊക്കെയാണ് കൂടുതലുള്ളത്. ഇതെന്താ സംഭവം എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ ഇപ്പൊ ഒരു കോഴി എടുത്താലും ഐ തിങ്ക് എത്ര 10 പീസോ അങ്ങനെ എന്തോ ഉണ്ട്, എന്തോ ഒരു കണക്കുണ്ട് ഇതിന്. ഒരു കോഴി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 കിലോ ചിക്കൻ ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് അല്ലാതെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഒനിയൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളാണ് ഞാൻ ഈ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സവാളയാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര വലിയ സവാളയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സവാള, നമ്മുടെ നാട്ടിലെ സവാള കുഞ്ഞു സവാളയാണല്ലോ, അതാണെങ്കിൽ ഒരു ചെറിയൊരു 4 സവാള, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 1.5 സവാളയൊക്കെ ഇവിടുത്തെ ആവശ്യമുള്ളൂ. പിന്നെ നല്ല ഒരു തക്കാളി, ദെൻ ഒരു 4 പച്ചമുളക്, വെളുത്തുള്ളി ഒരു ഫുൾ ഇങ്ങനെ വരുന്നത്, ആൻഡ് കുറച്ച് ഇഞ്ചി. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ കൈൻഡ് ഓഫ് ഇഞ്ചിയാണ്. ഞാൻ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്, ചെറിയ പീസ്. ആൻഡ് കറിവേപ്പില നമുക്ക് ആവശ്യം പോലെ ഇഷ്ടം പോലെ ഇടാം. നല്ല മണമുള്ള സംഭവമാണല്ലോ കറിവേപ്പില. മുക്കിലെന്തോ കയറിപ്പോയി. ഓക്കെ, സോ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ഫുൾ സെറ്റ് ചെയ്ത് ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ സവാള എല്ലാം അരിഞ്ഞിട്ടുണ്ട്. സവാള നമ്മളിങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. നീളത്തിൽ ചെറുതായിട്ട് അരിയുക. ആൻഡ് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ആൻഡ് കറിവേപ്പില നമ്മൾ കഴുകി. ആൻഡ് പച്ചമുളക് കണ്ട് ഇങ്ങനെ 2 ആയിട്ട് ഇങ്ങനെ കീറിയിടുക. ഓക്കെ, ആൻഡ് വെളുത്തുള്ളിയും ഇഞ്ചി തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചി, അപ്പൊ ഇത് ഓൾ സെറ്റ് ആണ്. ഇത് നമുക്ക് കുക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ നോർമലി ചെയ്യാറ് നമ്മൾ പേസ്റ്റ് ആക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ വെളുത്തുള്ളി പറക്കിയിടുക ആൻഡ് ഇഞ്ചിയും ഇടുക. എന്നിട്ട് അത് നമ്മൾക്ക് 2 അടി അടിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. നമ്മള് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ കാര്യം സെറ്റ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നത് തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് എന്ത് വെക്കാം, കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ടും കൂടി വെക്കാം. സോ നമ്മള് 2 പാത്രങ്ങളിലായിട്ട്, ഇതിപ്പോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. മറ്റേതിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു ആൻഡ് സവാള ഇടുന്നു. നമ്മള് കുറച്ച് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ സവാള അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇളക്കി കൊടുക്കണം. അതുപോലെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 4 പച്ചമുളക് കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആവാറാവുമ്പോഴേ ഞാൻ ഇതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാറുള്ളൂ. സോ അതുവരെ നമ്മളിങ്ങനെ കുറച്ച് ഇളക്കി നല്ല
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സെറ്റ് ചെയ്യാം. സവാള വഴണ്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആൻഡ് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ആ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മസാലകളാണ് ആഡ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം. തക്കാളി ആഡ് ചെയ്തു. ഇനി ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് വഴണ്ട് വരണം. അപ്പൊ ഒരു 2 മിനിറ്റ്സ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി ആൻഡ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട്. മഞ്ഞപ്പൊടി ആൻഡ് നമ്മുടെ ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ സ്പൈസസ്, ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ്, എന്താ പറയാ, മിക്സിയിലിട്ട് അടിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഗരം മസാല. ഇത് എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ്. സോ ഗരം മസാലയൊക്കെയാണ് നമ്മളിതിൽ ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഇതിപ്പോ ഞാനിപ്പോ ഒരു 2 സ്പൂൺ എന്ത് ആഡ് ചെയ്യും, മുളക് പൊടി ആഡ് ചെയ്യും. മല്ലിപ്പൊടി ഒരു 1.25 കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ആൻഡ് മഞ്ഞപ്പൊടി നമുക്കറിയാലോ, ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. ആൻഡ് ഗരം മസാലയും നമുക്കൊരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എരിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുളക് പൊടി കൂട്ടാം, മുളക് പൊടി കുറയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആൻഡ് ഇത് ഇത്ര ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ അതിന്റെ ആ ഒരു പച്ചച്ചവ മാറണം എന്ന് നമ്മൾ പറയത്തില്ല, അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത്, അപ്പൊ ഇതാണ് നമ്മളുടെ ചിക്കൻ മസാല എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്യണം. ആൻഡ് ഒരു ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ടൊരു 3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇളക്കി നമ്മളുടെ മസാല അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം തന്നെ നമ്മൾ ആഡ് ചെയ്യുക. ആൻഡ് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുക. ഈ ചിക്കനിൽ നിന്നും ഓൾറെഡി വെള്ളം ഇറങ്ങും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചൊരു 20-25 മിനിറ്റ്സ് നമ്മളിത് മൂടി വെച്ചത് ചിക്കൻ വേവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ്സ് നമുക്കിത് മൂടി വെക്കാം. ആൻഡ് ഒരു 20 മിനിറ്റ്സ് മതിയാവും ചിക്കൻ വേവാനായിട്ട്. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളിത് തുറന്നു നോക്കുക, ഒന്ന് ഇളക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ വെന്ത് കഴിയും. അപ്പൊ ചിക്കൻ കറി ഓൾ സെറ്റ് ആയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതിനെ അത് വെന്താൽ മാത്രം മതി. ഒരു 20-25 മിനിറ്റ്സ്, 20 മിനിറ്റ്സ് മതി ചിക്കൻ വേവാനായിട്ട്. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആൻഡ് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ആൻഡ് പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. നല്ല എരിവ് വേണമെങ്കിൽ അത്രയ്ക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ദെൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആൻഡ് കറക്റ്റ് 20 മിനിറ്റ്സ്, 25 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വേവും. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. എരിവുള്ളതാണ് ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ട. അല്ലാത്തവർക്ക് അങ്ങനെ ഒരു തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കടന്ന് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കടു വറുത്തൊക്കെ ഇടാൻ, അങ്ങനെ താളിച്ച ചിക്കൻ കറി അങ്ങനെയൊക്കെ ആവശ്യം, നാടൻ ഒരു സ്റ്റൈലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചിക്കൻ കറി ഉണ്ട്. ഇപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയും ചെയ്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. അപ്പൊ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കും. ആൻഡ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യും. വീണ്ടും ഇളക്കും. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമ്മുടെ ചിക്കൻ കറി ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ആൻഡ് നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ആൻഡ് നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നമുക്ക് ഗ്രേവി വേണ്ട, നല്ല കുറുകിയ ചിക്കൻ കറി മതിയെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് ഇതുപോലെ തിളപ്പിക്കുക. അപ്പോൾ വെള്ളം വറ്റുമല്ലോ, അപ്പോൾ ഗ്രേവി കുറയുന്നതായിരിക്കും. സോ നമ്മുടെ ആവി പറക്കുന്ന അടിപൊളി എന്ത് വേണം ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ്. എനിക്ക് കുറച്ച് എരിയുള്ള ചിക്കൻ കറി ഇഷ്ടം. എരി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഈ സമയത്ത് ആഡ് ചെയ്താൽ സെറ്റാണ്. അപ്പം നല്ല അടിപൊളി, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. സോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.
ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മൈ യൂട്യൂബ് ചാനൽ. സോ നെക്സ്റ്റ് ഒരു പുതിയൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.